രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തുമോ എന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. ഈ വിഷയം തന്നെയാണ് മാധ്യമങ്ങൾ വി.ഡി. സതീശനോട് ഉന്നയിച്ചത്. പക്ഷേ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലയ്ക്ക് അദ്ദേഹം നടന്നു പോവുകയായിരുന്നു. രാവിലെ പ്രഭാത നടത്തത്തിനിടെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞത്. എന്തായാലും അദ്ദേഹം വിഷയത്തിൽ നിന്ന് തടുതപ്പി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അർബൻ മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലേക്ക് UAPA കേസ് പ്രതികളും നിരോധിത ഭീകര ഗ്രൂപ്പുകളും UAPA കേസ് പ്രതികളുമാണ് അർബൻ മാവോയിസ്റ്റുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. മാവോയിസ്റ്റ് രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായി ജയിലിലുള്ളവരുടെ മോചനം ആവശ്യപ്പെട്ടുള്ള കൂട്ടായ്മകളിലൂടെയാണ് വീണ്ടും സജീവമാകുന്നത്. UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പനും പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസ് പ്രതി അലൻ ഷുഹൈബും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. രേഷ്മ, എന്താണ് സംഭവം? അർബൻ മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലേക്ക് UAPA കേസ് പ്രതികളും സജീവമാകുന്നു എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? നെതിരെ അതോടൊപ്പം തന്നെ ഈ അർബൻ മാവോയിസ്റ്റുകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെയും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. പുറത്തു വരുന്ന വിവരപ്രകാരം അർബൻ മാവോയിസ്റ്റുകളെ അല്ലെങ്കിൽ അവരെ സംഘടിപ്പിക്കുന്ന ഒരു നേതൃനിരയിലേക്ക് മുൻ UAPA കേസിലെ പ്രതികളും മാവോയിസ്റ്റ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ആളുകളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, നഗരം കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം നേതൃത്വം വേണ്ട കാര്യങ്ങളും വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സിദ്ദിഖ് കാപ്പനും അതോടൊപ്പം തന്നെ പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിലെ പ്രതിയായ അലൻ ഷുഹൈബ് അടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. റിജാസിനെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ സമ്മേളനം നടന്നത്. പക്ഷേ അതിന് അനുമതിയില്ലാതെ ഉച്ചഭാഷണം ഉപയോഗിക്കുകയും ഈ മാർഗതടസ്സം ഉണ്ടാക്കി, ഒപ്പം തന്നെ മറ്റ് ഈ നിയമവിരുദ്ധമായിട്ട് സംഘം ചേർന്നു മറ്റു കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പോലീസ് 11 പേർക്കെതിരെ കേസെടുത്തത്. അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ UAPA കേസ് പ്രതിയായ സിദ്ദിഖ് കാപ്പൻ ഈ സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തത്. അത് മാത്രമല്ല, ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചവരൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണനിർവഹണ സംവിധാനങ്ങൾക്കെതിരെ വലിയൊരു യുദ്ധപ്രഖ്യാപനം പോലെയായിരുന്നു ഈ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് വിലയിരുത്തേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇത്തരം സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെടുന്ന നഗരങ്ങളിൽ കൃത്യമായിട്ട് പ്രത്യേക ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത്തരം ആളുകളെ ഇത്തരം ഒരു അർബൻ മാവോയിസ്റ്റ് ശൃംഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് സൈബർ ഇടങ്ങളിൽ കൂടി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പിന്നീട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഏതെങ്കിലും മാവോയിസ്റ്റ് കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ്. അവരെന്തോ വിപ്ലവാത്മകമായിട്ടുള്ള സമരം നടത്തി അതിൻ്റെ പരിവേഷം നൽകിക്കൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്ന് തന്നെയാണ് ദേശീയവാദ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പറയുന്നത്. സിദ്ദിഖ് കാപ്പനെതിരെയും 11 പേർക്കെതിരെയുമായിരുന്നു പോലീസ് കേസെടുത്തത്. എന്തായാലും കൊച്ചി ഉൾപ്പെടെയുള്ള മെട്രോ സിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഈ അർബൻ മാവോയിസ്റ്റ് സംഘം വളരുന്നത്. ഇവർക്ക് പ്രത്യേകം സൈബർ ഇടങ്ങളിൽ ഗ്രൂപ്പുകളുമുണ്ട്. ആ ഗ്രൂപ്പുകളിലും വരുന്ന ആക്റ്റീവായിട്ടുള്ള മെസ്സേജസിലും സൂചന ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് എല്ലാ ഇടവേളകൾ തോറും ഈ മെട്രോ സിറ്റികൾ ഉൾപ്പെടെ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെടണം, ഇത്തരം പ്രചാരണങ്ങൾ ശക്തമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ തന്നെയാണ്. എന്തായാലും ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ കൂടി പോകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. രാഖി. ശരി രേഷ്മ, അർബൻ മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലേക്ക് UAPA കേസ് പ്രതികളും എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. നിരോധിത ഭീകര ഗ്രൂപ്പുകളും UAPA കേസ് പ്രതികളുമാണ് അർബൻ മാവോയിസ്റ്റുകൾ നിയന്ത്രണം ഏറ്റെടുത്തത്. മാവോയിസ്റ്റ് രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായി ജയിലിലുള്ളവരുടെ മോചനം ആവശ്യപ്പെട്ടുള്ള കൂട്ടായ്മകളിലൂടെയാണ് വീണ്ടും ഇവർ സജീവമാകുന്നത്. ഇതിൽ സിദ്ദിഖ് കാപ്പനും ഒപ്പം പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസ് പ്രതി അലൻ ഷുഹൈബും കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു പരിപാടി നടന്നിരുന്നു. അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.